നമസ്കാരം. യു ആർ ദ പ്ലാസിബോ എന്ന ബുക്കിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്ലാസിബോ ഇഫക്റ്റ് എന്താണെന്നും അത് മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്നും നമുക്ക് നോക്കാം. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരൊറ്റ ചിന്ത. ആ ഒരൊറ്റ ചിന്ത കൊണ്ട് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഈ കാണുന്ന ഒരു ഉദ്ധരണിയുണ്ടല്ലോ, ഇതാണ് ശരിക്കും എല്ലാത്തിൻ്റെയും കാതല്. അതായത്, നമ്മുടെ ഉള്ളിലെ ചിന്തകൾ പുറത്തുള്ള സാഹചര്യങ്ങളെക്കാൾ പവർഫുള്ളാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് സത്യമാണോ അതോ വെറും സങ്കല്പമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് മാറ്റത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം, അല്ലേ? ഇതൊരു സയന്റിഫിക് ഫാക്റ്റാണ്. അതായത്, നമ്മുടെ മനസ്സും നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന് തന്നെ പറയാം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തയും, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നതായാലും ശരി, അറിയാതെ വരുന്നതായാലും ശരി, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതുതന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അത്രയുള്ളൂ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റാതെ വരുന്നത്? അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് സത്യത്തിൽ കഴിഞ്ഞുപോയ കാലത്തിന്റെ ഒരു ലൈവ് റെക്കോർഡാണ്. നമ്മൾ അനുഭവിച്ച ഓരോ കാര്യവും ഒരു ഓർമ്മയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ആ പഴയ പരിചിതമായ വഴികളിലൂടെ പോകാനാണ് ഇഷ്ടം. പുതിയ മാറ്റങ്ങളെയൊക്കെ അതിന് കുറച്ച് പേടിയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു വിഷമിക്കും. എന്നിട്ടോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം എപ്പോഴും ഒരുതരം സ്ട്രെസ്സിലായിരിക്കും, എപ്പോഴും ഒരു ഡിഫൻസ് മോഡിലായിരിക്കും. ഇനി മൂന്നാമത്തെ പാഠം, നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങളെ കാണുന്ന രീതി, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പ്രോസസ്സ് ശരിക്കും വളരെ സിമ്പിളാണ്. നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിങ്ങും ഇത് രണ്ടും ചേരുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നു. ഈ ഒരേ ആറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് പതിയെ ഒരു വിശ്വാസമായിട്ട്, ഒരു ബിലീഫായിട്ട് മാറും. ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ചേർന്നാണ് നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്ന നമ്മുടെ കാഴ്ചപ്പാട് അഥവാ പെർസെപ്ഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നാലാമത്തെ പാഠത്തിലേക്ക് വരാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ഇത് മാറ്റിമറിക്കും, ഉറപ്പാണ്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നതെന്താ? നമ്മുടെ ജീനുകളാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നാണ്, അല്ലേ? പക്ഷേ ആ പഴയ ചിന്തയിൽ നിന്ന് മാറി ആ ജീനുകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന പുതിയൊരു ചിന്തയിലേക്കുള്ളൊരു വലിയ മാറ്റമാണിത്. അതായത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നൊരു വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് ഇനി മുതൽ ജീനുകളാണ് നമ്മുടെ വിധിയെന്ന് കരുതരുത്. പകരം അവയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളായും മാറ്റങ്ങൾക്കുള്ള ടൂൾസായും കാണുക. അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചാൽ മതി, വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയുമാണ്. അതായത്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അഥവാ മാനസികാവസ്ഥ. ഇതാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അതിനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് മെന്റൽ റിഹേഴ്സൽ അഥവാ മാനസികമായ പരിശീലനം. നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജീവിതത്തെ മനസ്സിൽ സങ്കൽപ്പിച്ച് അത് വീണ്ടും വീണ്ടും കണ്ട് പരിശീലിക്കുന്നൊരു രീതിയാണിത്. ഇത് ചെയ്യാൻ ശരിക്കും വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഭാവിയാണ് വേണ്ടതെന്ന് അങ്ങ് തീരുമാനിക്കുക. ഓക്കെ, എന്നിട്ട് കണ്ണുകളടച്ച് ആ ഭാവിയെ മനസ്സിലങ്ങോട്ട് വ്യക്തമായി കാണുക. ആ ഒരു പുതിയ ഭാവിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷവും ആവേശവും ഒക്കെ അത് ഇപ്പോഴേ അനുഭവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറും ശരീരവും ആ പുതിയ ജീവിതത്തിനു വേണ്ടി പതുക്കെ പതുക്കെ തയ്യാറെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്? ആ ഒരു ഭാവിയെക്കുറിച്ച് എന്നു തന്നെ മനസ്സിൽ കണ്ട് പരിശീലിച്ചു തുടങ്ങാം. കാരണം മറക്കണ്ട, മാറ്റത്തിലേക്കുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.